ഗായ്സ്, അങ്ങനെ അത്തപ്പൂക്കളം ഇന്ന് മഹത്തായ 7ാമത്തെ ദിവസം. നമ്മുടെ പൂക്കളം വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂക്കളത്തിൻ്റെ തട്ട് ഇപ്പോഴും പഴയ തട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിനി തട്ട് കുറച്ചുകൂടെ വലുതാക്കണം എന്ന്. കാരണം നാളെ 8ഉം 9ഉം 10ഉം ഇനി 3 ദിവസം കൂടി ഇടാനുണ്ട് അത്തം. അപ്പോഴത്തേനും നമ്മുടെ പൂക്കളം ഇങ്ങനെ വലുതായി വികസിച്ച് വരും. അതിനനുസരിച്ച് തട്ട് ചെറുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോഴും വള്ളത്തിൻ്റെ കഥകൾ നിർത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ വള്ളത്തിൻ്റെ ബാക്കി കഥകളുമായിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ നേരെ വള്ളത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങൾ തുരുത്തിൽ ചെലവഴിച്ചു. കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ആ കായലിൻ്റെ ഓളപ്പരപ്പിൽ ആ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ മീൻ വളർത്തൽ കേന്ദ്രവും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു എന്തോ ഒരു റിസോർട്ടാണോ വീടാണോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മളങ്ങോട്ട് ചെന്നെങ്കിലേ അറിയത്തുള്ളൂ. നേരത്തെ അത് റിസോർട്ടായിരുന്നു എന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങ് അകലെ കാണുന്നതെന്ന് പറഞ്ഞത് താമരപ്പാടമാണ്. പക്ഷേ ആ പാടത്തിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള സൗകര്യമില്ല. കാരണം ഇപ്പോൾ വേലിയേറ്റം നടന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ പക്ഷേ ഒരു വള്ളമുണ്ട് അവിടെ, അതിനിടയിൽ കൂടെ ഒക്കെ ഈ താമര പറിക്കാനായിട്ടേ. പക്ഷെ അത് വെള്ളത്താമര മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് വള്ളം പതുക്കെ കായലിലേക്ക് ഞങ്ങൾ വീണ്ടും ഇറക്കി. ശരിക്കും പറഞ്ഞാൽ ഈ വള്ളം ഒരിത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഇത് ശരിക്കും ഓടിവള്ളം എന്നാണ് ഇതിന് പറയുന്നത്. ഓടിവള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2-3 പേർക്ക് മാത്രമേ ഈ വള്ളത്തിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ശരിക്കും കടത്തുവള്ളം അല്ലെങ്കിൽ തോണി എന്നൊക്കെ പറയുന്നത് വേറൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ മസിൽ പിടിച്ചിരിക്കുന്നൊന്നും അല്ല. ഇതിലിരിക്കുമ്പോൾ ഈ മസിൽ പിടുത്തത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഉച്ച സമയം ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിന് ഓളം കൂടുതലാണ്. അപ്പോൾ ഓളം കൂടുതലാകുമ്പോൾ വള്ളം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു പേടിയില്ല ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന 2 കൂട്ടുകാരും അതേ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരെ തുഴഞ്ഞ് ഇനി ആ മീൻ വളർത്തുന്ന ആ സ്ഥലത്തോട്ടാണ് നമ്മൾ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളോടൊന്ന് കാണണം. പക്ഷേ ആ മീനിനെ വളർത്തുന്ന ആ സ്ഥലത്തിനകമൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ ഒരു ചെറിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനകീയ മത്സ്യകൃഷി ശുദ്ധജലക്കൂട് കൃഷി എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അതിൻ്റെ അടുത്തോട്ട് എത്തും തോറും അത് കുറച്ച് ഈ വെള്ളത്തിൻ്റെ ഓളം അങ്ങോട്ട് തട്ടുന്നുടനെ അത് മീനുകൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള അനുവാദം നമുക്കില്ല. അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ജനകീയം എന്നൊക്കെ എഴുതിയിരിക്കുന്നെങ്കിലും ഏതോ പ്രൈവറ്റ് പാർട്ടിയുടെ ആണെന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഒരു കാക്ക അവിടെ ആ കുറ്റിയെന്ന് പറന്നുപോയി. അടിപൊളി. ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നേരെ ആ റിസോർട്ട് ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അവിടുത്തെ ആ ഒരു കെട്ടിടം കണ്ടില്ലേ, അത് ഞങ്ങൾ അക്കരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ അതൊരു ഭയങ്കര ഭംഗിയായിരുന്നു അതിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് കയറിയിട്ടേ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. ഈ വള്ളം തുഴയുന്നതും ഒക്കെ ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇതൊന്ന് തുഴയാൻ ശ്രമിച്ചായിരുന്നു. അന്നേരം നല്ല പണിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാത്തി അങ്ങ് പോകും. പിന്നെ ഇവിടെ താഴമ്പൂ ഒക്കെ കിളിക്കുന്ന ഒരു സമയമുണ്ട്. താഴമ്പൂ അതും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനെന്നാണ് പറഞ്ഞത്. ഞാനത് പിന്നീട് വന്നൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ പക്ഷേ ഇതൊന്നും പൂക്കൾ, അതായത് താമരപ്പൂവും താഴമ്പൂവും ഒന്നും പൂക്കുന്ന ഒരു സമയമല്ല. അതാണ് നമുക്ക് അബദ്ധം പറ്റിയത്. താമരപ്പൂ പൂക്കും, പക്ഷെ അത് പറിച്ചുപോയി. അതാണ്. ഇവിടെ കണ്ടില്ലേ, ഓണത്തിൻ്റെ അനുബന്ധിച്ച് ആ ഊഞ്ഞാലും ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. 2 തെങ്ങിൽ ഇങ്ങനെ എന്തോ കമ്പ് വെച്ച് കെട്ടിയിട്ട് അതിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടേക്കുക. പക്ഷെ നല്ല ഹൈറ്റിലാണ് കേട്ടോ അത്. ആ ഊഞ്ഞാലെന്ന് പറയുമ്പം നമുക്ക് ഹൈറ്റ് കൂടുന്തോറും അതിലിരുന്ന് ആടാനുള്ള രസം കൂടുമെന്നാണ് പറയുന്നത്. ചെറിയ ഊഞ്ഞാലാണെങ്കിലേ അതിലത്ര ത്രില്ല് കാണത്തില്ല ആടാൻ.
ഇത്തിരി ഹൈറ്റ് ചെയ്ത് താപ്പോട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് നല്ല വീശി ആടി ചില്ലാട്ടം പറക്കുക എന്ന് പറയാം. അതായത് ഈ ഊഞ്ഞാലയില് എണീറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനാ ഈ ചില്ലാട്ടം പറക്കുക എന്ന് പറയാം. അതുകൊണ്ട് അവിടെ ഈ ബോട്ട് ജെട്ടി പോലൊരു സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്ന സ്ഥലം. അടിപൊളി. ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കരെ നിന്ന് കണ്ടതിനേക്കാളൊക്കെ അടിപൊളിയാ കേട്ടോ. അത്തപ്പം എടുക്കാനേ എൻ്റെ അമ്മോ, ഇവിടൊക്കെ അടിപൊളി ഒരു ഊഞ്ഞാലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടിലനാക്കുന്നുണ്ട് കേട്ടോ. കിടിലം വൈബുള്ളൊരു സ്ഥലമാണ്. അടിപൊളി. ഇതാരുടെ വീടാണോ അതോ റിസോർട്ടുകൾ വല്ലതും ആണോ എന്തോ. കൊള്ളാം കേട്ടോ, സൂപ്പർ. ഏയ് ഗൈസ്, നമുക്ക് പുതിയൊരു അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈൻ കിട്ടിയിരിക്കുക കേട്ടോ. കയറി വന്നപ്പോൾ കണ്ടോ, ദൈവമേ ഇത് വീടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ. ഇന്നത്തെ ദിവസം പൊളിച്ച് കേട്ടാ, അടിപൊളി. അതുകൊണ്ട് അവിടെ കണ്ടില്ലേ, അവിടെ താമരപ്പൂവിൻ്റെ മറ്റേ ഇതാണ് കണ്ടില്ലേ, അവിടെ വള്ളത്തിൽ ആളുകൾ താമരപ്പൂ പറിക്കാൻ വേണ്ടി ഓടും. പക്ഷേ അവിടുത്തെ താമരപ്പൂ നമുക്ക് കിട്ടത്തില്ല. താമര വയൽ എന്ന് പറയും. അതെ, ആ താമരപ്പൂവേ സുരേഷേ, അത് താമര വയൽ പോലെ, താമരപ്പാടം. കറക്റ്റ് കിട്ടി, താമരപ്പാടം. ഞാനങ്ങ് മറന്നുപോയി. താമരപ്പാടമാണ് കാണുന്നത്. പക്ഷെ അവിടെ താമര ഇപ്പം തൽക്കാലം ഇല്ല. ഉണ്ടെങ്കിലും വെള്ളത്താമരയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ഒരാൾ വള്ളത്തേൽ താമര പറിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഈ ഒരു വൈബാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. സത്യം, ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ. അടിപൊളി വൈബെന്നും പറഞ്ഞപ്പോരാ ഈ തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിലേ ആണ് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും നാച്ചുറലാണ് കേട്ടോ. ആകെ ആർട്ടിഫിഷ്യലായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നാച്ചുറലാണ്. അടിപൊളി. അവിടെ ഒരു മീൻ വളർത്തൽ കേന്ദ്രം. നമ്മളതുവഴി ഇങ്ങോട്ട് വന്നു. സൂപ്പർ സെറ്റപ്പ് എന്നും പറഞ്ഞ പോലെ ഒന്നും പറയാനില്ല. അടിപൊളി. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്തൊന്നും പോകുന്ന പോലെ അല്ല. ഇതിനകത്ത് AC ഒക്കെ കാണും. എനിക്കൊന്ന് റിസോർട്ടാണോ അതോ ഇത് റിസോർട്ടാണോ ബൈ? ഇത് റിസോർട്ടല്ലേ, ഓഡിറ്റോറിയം ഒന്നും അല്ലല്ലോ. ഇത് റിസോർട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ബോട്ട് ജെട്ടി പോലെ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റിസോർട്ടിൽ വരുന്നവർക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ വള്ളം അടുപ്പിക്കാം. അതിനുള്ള തിട്ട പോലെ അവർ കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് ഒരു സ്വകാര്യ റിസോർട്ടാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ആ റിസോർട്ടിൽ വന്ന് താമസിക്കുന്നവർക്ക് ഇവിടെ ബോട്ടിൻ്റെ സംവിധാനമൊക്കെ കാണും. ഒന്നും പറയാനില്ല കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ്. പറ്റുവാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് ദിവസം റൂം എടുക്കണം. കുറച്ച് ദിവസമൊന്നും പറ്റില്ല, ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കൊക്കെ പറ്റുള്ളൂ. വാടകയൊക്കെ ഇനി ഒന്ന് ചോദിച്ചറിയണം, നല്ല എമൗണ്ട് ആയിരിക്കും. ഫുഡും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും. ഗോയ്സ്, ഇത് സത്യം പറഞ്ഞാൽ സാധാരണ വെള്ളം പോലെ അല്ല, കടത്തുവെള്ളം പോലെ അല്ല. ഇത് സാധാരണ ഇത് ഓടിവെള്ളം. ഓടിവെള്ളം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കടത്തുവെള്ളം. ഇത് ജസ്റ്റ് ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം അല്ലേ? 3 പേർക്ക് മാക്സിമം പോകാവുന്ന വെള്ളമാണ്. നല്ല റിസ്കിയാണ്. എന്റെ അമ്മേ, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതിങ്ങനെ അങ്ങോട്ട് ജസ്റ്റ് ഇതാ ഇത്ര ആഴവേ ഉള്ളു. കണ്ടോ, എന്റെ അമ്മൂ, വെള്ളത്തില് ഇതാ ഇത്ര ആഴവേ ഉള്ളൂ. ഇത് തീരെ വലിപ്പം കുറഞ്ഞൊരു വള്ളമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് താമര പറിക്കാനൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം, അതായത് സിംഗിൾ യൂസാണ്, സിംഗിൾ ഓണർ യൂസാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന കക്ഷിയെ തിരിച്ച് ഇതിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് തിരിച്ച് അക്കരയ്ക്ക് തുഴഞ്ഞുകൊണ്ടിരിക്കുക.
ഈ വെള്ളത്തിൽ നിന്ന് കണ്ടില്ലേ, ഇത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞാൽ പോലും ഇതിനകത്ത് വെള്ളം കയറും. ആ ഒരവസ്ഥയാ. വള്ളത്തിന്റെ രണ്ട് സൈഡിലും ഹൈറ്റ് കുറവാ, അതാണ് മെയിൻ വിഷയം. അടിപൊളി. എന്തായാലും ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇത് വെള്ളായണി അമ്മയുടെ കായലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളായണി അമ്മ എന്ന് പറഞ്ഞാൽ വെള്ളായണി ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് വെള്ളായണി ദേശത്തുള്ളത്. അപ്പൊ അതൊരു ദേശദേവത തന്നെയാണ്. അപ്പോൾ അമ്മയുടെ കായലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ നിന്ന സ്ഥലത്തുനിന്ന് ദൂരോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്തോട്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ അമ്മോ, നല്ല ക്ഷീണിച്ചു കേട്ടോ. ഇനിയിപ്പം നേരെ വന്ന് ചോറുണ്ണണം. മണി ഏകദേശം ഇപ്പം എല്ലാം കൂടെ ഒരു 4 മണിയായി. ദൈവമേ, ഇനി ഊണ് കിട്ടുമെന്തോ. എന്തെങ്കിലും കഴിച്ചേ പറ്റി. നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കുക. ഒരു കിടൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ, ഒന്നും പറയാനില്ല. അയ്യോ, പക്ഷേ നല്ല കൊട്ട വെയിലാ, കണ്ടില്ലേ, സൂര്യൻ നല്ല മുഖത്തോട്ട് കണ്ണിലോട്ട് അടിച്ച് നിൽക്കുക. എന്നാലും നല്ല സൂപ്പർ എക്സ്പീരിയൻസ്, കൊള്ളാം. അയ്യോ, എന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോല്ലേ? ഇവിടെ വള്ളം പിടിയടാ, ഞാനിവിടെ ഇറങ്ങാൻ പോവാ, അവൻ വള്ളം പിടിക്കാതെ പോയി. എവിടെ? ഒരു മിനിറ്റ്. ഓക്കെ 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 ഓക്കെ. മനുഷ്യ ഇത് ഒഴുകി പോകത്തില്ലേ? കെട്ടിയിടണ്ടേ? ആണോ? ഇത് പുള്ളിക്കാരൻ്റെ വള്ളമാണ്, അതുകൊണ്ട് അങ്ങേര് പറയുന്ന പോലെ ഇത് കേൾക്കുള്ളതാ പറയുന്നത്. അയ്യോ, അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട് നാളെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. കണ്ട, അടിപൊളി, സൂപ്പർ. ചേട്ടാ, ഇത് വാടാമുല്ല അല്ലേ? വാടാമുല്ല, കേന്തി, ജമന്തി എല്ലാം. അയ്യോ, സൂപ്പർ. ഇതെന്ത് ചേട്ടാ? ഇതൊരു അരി പോലെ കിടക്കുന്നു. ഇത് ഓ, തെങ്ങിൻ്റെ പൂക്കലേ. ഓക്കെ, അപ്പം നമുക്കെന്നാ ഇനി നേരെ സ്കൂട്ടാകാം. ഓക്കെ, എല്ലാ ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.